കർത്താവേ, ഉടമ്പടിയിലെ എല്ലാ മക്കളും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പർശിക്കണമേ. ദൈവപുത്ര ആമേൻ. ആമേൻ ആമേൻ സർവശക്ത കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ദൈവം കൂടെ വരും. നിന്നെ ഏറ്റെടുക്കും. ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ സ്ഥലത്തിൻ്റെ പ്രതിസന്ധിയെ പരിഹരിക്കാനാണ് ദൈവം കൂടെ വരണത്. എപ്പോഴും അത് മനസ്സിലാക്കണം. ദുബായിൽ നിന്ന് സ്കൈപ്പ് ഇൻ്റർവ്യൂ വീട്ടിലോട്ട് മാറ്റിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം കൂടെ വന്നു എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവം കൂടെ വരാൻ വേണ്ടി കർത്താവ് കുറേ വെളിപാട് നൽകിയിട്ടുണ്ട്. എന്താണ്? ഞാൻ കൂടെ വരും, പക്ഷേ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. അതിനാണ് വിശുദ്ധീകരണം വരണത്. അതിനാണ് മോസസിന് 10 കൽപ്പന കൊടുക്കുന്നത്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ആ കൽപ്പനകളെല്ലാം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? കൂടെ വരാൻ വേണ്ടിയാണ്. നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സ്വഭാവം രൂപീകരിക്കാൻ വേണ്ടിയാണ്. കാരണം ദൈവത്തിന് പറ്റുന്ന സ്വഭാവത്തിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യണം എൻ്റെ ഉദ്ദേശം. അപ്പോൾ കള്ളുകുടി മാറി അങ്ങനെയൊക്കെ പറയുമ്പോഴേ, ദേഷ്യം മാറി, സ്വഭാവം മാറി എന്നൊക്കെ പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. ഉടമ്പടിയിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം മാറുക എന്ന് വെച്ചാൽ ദൈവത്തിന് കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രകൃതി ഉണ്ടാവുകയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗോടമ്പടി നടക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേസുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികൾക്ക് വിധേയമായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ. ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. അതാണ് നമ്മൾ പുറപ്പാട് 33:14 വായിക്കുന്നത്. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, ഞങ്ങളിവിടെ നിന്ന് വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? പ്രൈസ് ദി ലോർഡ്. മോശ ചോദിക്കണത്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ അങ്ങയുടെ ജനത്തിൽ അങ്ങ് സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അപ്പോൾ ദൈവസാന്നിധ്യം വരുമ്പോഴാണ് ഈ സ്ഥലമൊക്കെ ചേഞ്ച് ആകണത്. ദൈവം കൂടെ വരുന്നുവെന്ന സൂചനയാണ്. അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ചില ആൾക്കാർ പ്രാർത്ഥിക്കത്തില്ലേ, അല്ല അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്ഥലം ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ദൈവം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. കാര്യം, ഈ ലോകത്ത് എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ 2 വിഷയങ്ങൾ അനുകൂലമാകണം. എന്താണ്? സ്ഥലവും സമയവും. സ്ഥലവും സമയവും അനുകൂലമായാൽ മാത്രമേ സംഭവങ്ങൾ നടക്കത്തുള്ളൂ. ഈവൻസ് ഹാപ്പൻസ്. സംഭവങ്ങൾ നടക്കുന്ന എവിടെയാണ്? സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ഫോർമാറ്റിലാണ്. അപ്പം സ്ഥലം പ്രതികൂലമായാൽ ദൈവം സ്ഥലം ചേഞ്ച് ചെയ്ത് അനുകൂലമാക്കും. അത് ദൈവം രണ്ട് വിഷയമാണ് അതിൻ്റെ അത്. ദൈവം നമ്മൾ സംപ്രീതനാണെന്നുള്ളതും ഒന്ന്,
ദൈവം കൂടെ വരുന്നു എന്നുള്ളത് രണ്ടിൻ്റെ അടയാളമാണത്. ഇത് തന്നെയാണ് സമയത്തിലും സംഭവിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് അമ്മ അത് ചേഞ്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? സമയമായില്ല എന്ന് പറഞ്ഞാൽ സമയമാക്കാൻ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് കഴിയും എന്നുള്ള സൂചനയാണ് കാനായി നൽകുന്ന ഒന്നാമത്തെ പാഠം. അതാണ് ഉടമ്പടിയിൽ വരുന്നത്. ഉടമ്പടി ചെയ്യണത് എന്താണ്? പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മൾ ഈശോയോട് ഉടമ്പടി ചെയ്യണത്. വിശുദ്ധിയോടെ ദൈവത്തെ സ്നേഹിച്ചു സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കി ജീവിച്ചു കൊള്ളാമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോഴേ അത് എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്ന് പറയുന്നത് ആണ് എപ്പോഴും ദൈവസാന്നിധ്യം ഉറപ്പ് വരുത്തുന്നതാണ് നമ്മുടെ സ്വഭാവ ക്രമീകരണം. സ്വഭാവം ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. ഇപ്പം ലിസി ജോണി എന്താണ് സാക്ഷ്യം പറഞ്ഞത്? എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ചേഞ്ചായെന്ന് പറഞ്ഞു, അല്ലേ? സ്വഭാവം അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം മാറി. മകളുടെ സ്വഭാവം ഷീല എന്താ പറഞ്ഞത്? ഷീല ജോണിയാണ് ഭർത്താവിൻ്റെ സ്വഭാവം മാറിയെന്ന് പറയണത്. ലിസി എന്താ പറഞ്ഞത്? എൻ്റെ മകളുടെ സ്വഭാവം മാറിയെന്ന് പറയും. കാര്യം സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയാണ്. രക്ഷകൻ വരുന്നുമ്പ് പ്രകൃതി മാറ്റം ഉണ്ടാകണം. ഇത് ആഗമന കാലമല്ലേ? ആഗമനകാലത്തിൽ സഭ പ്രഘോഷിക്കുന്നത് ആരെയാണ്? യോഹന്നാൻ മാംദാനായുടെ സുവിശേഷങ്ങളാണ് പറയണത്. പള്ളികളിലൊക്കെ വായിക്കണത് എന്താണ്? കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞവ ഋജുവാക്കപ്പെടും, അത് പരിപരുത്തവ മാർദ്ദവമുള്ളതാക്കപ്പെടും. പ്രകൃതിയാണല്ല. കുന്ന് പ്രകൃതിയല്ലേ? മല പ്രകൃതിയല്ലേ? മരുഭൂമി വിളിച്ചു പറയുന്നതിൻ്റെ സ്വരം മരുഭൂമി പ്രകൃതിയല്ലേ? അപ്പോൾ ഈ പ്രകൃതിയുടെ മാറ്റം ഒരു പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം ഉച്ചത്തിൽ ഉദ്ഘോഷിക്കപ്പെടുന്നത് മിക്കവാറും മരുഭൂമിയിലാണ്. ബൈബിള് ജീവിതത്തിൻ്റെ മരുഭൂമി ദൈവസ്വരം കേൾക്കുന്ന ഒരു അനുകൂലമായ കാലാവസ്ഥയാണ്. കൈയിടിച്ച് കർത്താവ് ശ്രദ്ധിക്കുക. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ വാഴ്ത്തിപ്പാടുക. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വഭാവ ദൂഷ്യമുള്ള മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, മദ്യത്തിന് മയക്കുമരുന്നടിപ്പെട്ട ജീവിത പങ്കാളികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ സൃഷ്ടിയായി പുതിയ ചൈതന്യം നൽകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ മാന്താന പറയണത്. യോഹന്നാൻ 1:23. യോഹന്നാൻ പറഞ്ഞു, യെശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരുഭൂമി ജീവിതം മരുഭൂമിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവുള്ള വിശ്വാസി തിരിച്ചറിയും എന്താണ്? ദൈവശബ്ദം കേൾക്കാൻ സമയമായി. ജീവിതത്തിന് തണലുകൾ വെട്ടപ്പെടുമ്പോഴല്ലേ നമ്മൾ മരുഭൂമിയിലേക്ക് വരണത്, അല്ലേ? ഇപ്പം ബാങ്കുകാരൻ ലോൺ തരണില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ആശിച്ചൊരു മരുഭൂമി, നമ്മൾ വിചാരിച്ച ആ മരം, സാമ്പത്തിക തണലിൻ്റെ മരം വെട്ടിപ്പോയി. അപ്പോൾ നമ്മൾ മരുഭൂമിയിലായി. നിസ്സാരമല്ലല്ലോ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയം. നിൻ്റെ വിസ താമസിക്കുന്നു, പാസ്പോർട്ട് താമസിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടത്തില്ല, വിസ റിജക്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നിൻ്റെ വിദേശ ജോലിയുടെ തണൽ മരം വെട്ടിമാറ്റി, നീ മരുഭൂമിയിലായി. അപ്പോൾ എന്താ അർത്ഥം?
പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, ലിസിക്കുട്ടി നീ മരുഭൂമിയിലായി, നിൻ്റെ സാമ്പത്തിക തണലിൻ്റെ മരം വെട്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യോഹന്നാനെ പോലെ മരുഭൂമി എന്താണ്? ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിനക്ക് കാലമായി. അതുകൊണ്ട് കർത്താവിൻ്റെ സ്വരത്തിന് നീ കാത്തു കൂർപ്പിക്കുക. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, ഈ ആഗമന കാലത്തില് കർത്താവിന്റെ വചനത്തിന് കാതോർക്കാൻ, ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ, ജീവിതത്തെ ക്രമപ്പെടുത്താൻ കർത്താവേ ഉടമ്പടി അഭിഷേകമായി തീരണമേ. എൻ്റെ പേര് സ്റ്റെഫി വർഗീസ്. ഞാൻ വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 20/12/2022 ഞാനും ഭർത്താവും കൊച്ചും വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്ന് കോയമ്പത്തൂരിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഇന്ന് ഞാൻ 8ാമത്തെ ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് 13 വർഷമായിട്ട് ഒരു സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല. ഓരോ വട്ടവും ഡെയിലി വേജ് എംപ്ലോയ്മെൻറ്റ് അങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് അമ്മ പരീക്ഷണങ്ങൾ തന്നെങ്കിലും മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്ന് രക്ഷപ്പെട്ടത്. നാഷണൽ ആയുഷ് മിഷൻ എൻ്റെ എക്സാം എഴുതുകയും മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി കിട്ടുകയും ചെയ്തു. അതിനു മുന്നേ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വാങ്ങിയതിന് ശേഷമാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. ഇവിടെ വന്ന് കൈവെപ്പ് ശുശ്രൂഷ വാങ്ങി നേരെ ഞാൻ പോയത് കോഴിക്കോടിന് എക്സാം എഴുതാൻ വേണ്ടിയാണ്. അവിടെ ചെന്ന് രാവിലെ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തേനും ഉപ്പ് വിതറുകയും അതുപോലെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എൻ്റെ OMR ഷീറ്റിൽ എനിക്ക് OMR കിട്ടിയപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ നിന്ന് ഉടമ്പടി തൈലം എടുത്ത് തൂക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജപമാല ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണം പ്രാർത്ഥന 7 വട്ടം ചൊല്ലി. അതുപോലെ തന്നെ തിരുവചനങ്ങളായിട്ടുള്ള സെഫന്യാവിൻ്റെ 3:17 നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. സങ്കീർത്തനം 23:1 കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നും മുട്ടുണ്ടാവുകയില്ല. എഫേസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്നീ വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി എക്സാം എഴുതി. അത് ഞങ്ങൾക്ക് 5 ജില്ലയായിട്ട് വെക്കണമായിരുന്നു. 1ാമത്തെ ഓപ്ഷൻ എൻ്റെ കാസർഗോഡും 2ാമത്തെ ഓപ്ഷൻ ഇടുക്കിയുമായിരുന്നു. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും വളരെ ഭയത്തോടു കൂടിയാണ് പോയിരുന്നെങ്കിൽ കൂടിയും മാതാവിൻ്റെ ഉപ്പ് അവിടെ കൊണ്ട് വിതറുകയും എണ്ണ തൂത്ത് പോവുകയുമാണ് ചെയ്തത്. അതുകൊണ്ടുള്ള ധൈര്യം കൊണ്ട് മാത്രമാണ് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായത്. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം തൂക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ അടുത്താണ് ഞാൻ എൻ്റെ അമ്മയോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്, ഞാൻ എൻ്റെ പൊട്ടത്തരത്തിന് അച്ഛൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഉടമ്പടി എടുത്തവരാണ്, മരിയൻ ഭക്തരാണ്, മരിയൻ മാസങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ് വിചാരിച്ചിരുന്നത് ഏപ്രിൽ 22. പക്ഷെ അന്നല്ല മാതാവ് തന്നത്, സെപ്റ്റംബർ അമ്മയുടെ ബർത്ത്ഡേ ഉള്ള 8-നാണ് തന്നത്. അന്ന് തന്നെ ഞാൻ ജോലിയിൽ വന്ന് പ്രവേശിച്ചു. അതിനു മുന്നേ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയും ചെയ്തു, കെ എന്ന വാക്ക് കൂട്ടിയിട്ടുള്ള അക്ഷരം ഒന്നെങ്കിൽ വീട്ടുപേരാകാം അല്ലെ പേരാകാം എന്നതിൻ്റെ ജോലി തടസ്സം മാറുന്നുവെന്ന്. എൻ്റെ ഒഫീഷ്യൽ ഓർഡർ വന്നതിൽ കണിയാമ്പടിക്കൽ എന്ന എൻ്റെ വീട്ടുപേരാണ്, കെ ആയിരുന്നു ലെറ്റർ, അത് വന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ഇടുക്കിയിൽ തന്നെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായിട്ട് നിയമനം തന്നു. അത് പക്ഷേ എനിക്ക് കുറച്ച് ദൂരമായിരുന്നു, 25 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡിസ്പെൻസറിയിൽ ഒഴിവുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. PSC നിയമനം കിട്ടി 2 പേര് പോയതിനാൽ. അപ്പോൾ അവിടെ കിട്ടണമെന്നാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചതും അമ്മ അതെനിക്ക് കാണിച്ചു തരികയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യാൻ കയറുന്ന അന്ന് തന്നെ ട്രാൻസ്ഫർ കൊടുക്കുകയും തൊട്ടടുത്ത ഡിസ്പെൻസറിയിലേക്ക് 10 കിലോമീറ്ററിനുള്ളിലുള്ള GAD വാത്തുക്കുടി എന്ന് പറയുന്ന ഡിസ്പെൻസറിയിലേക്ക് അപേക്ഷ വെക്കുകയും ഞാൻ കയറി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ട്രാൻസ്ഫറിൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ഞാൻ ഇന്ന് GAD വാത്തുക്കുടിയിലാണ് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫറിൻ്റെ സമയത്തും കഴിഞ്ഞ സെപ്റ്റംബർ 3-ാമത്തെ ചൊവ്വാഴ്ചയിലെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു,
ഇമെയിൽ വഴി ഉള്ള തടസ്സങ്ങൾ അതെന്തും ആയിക്കോട്ടെ അത് ഇതുവരെ മാറുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെയാണ് എനിക്ക് ട്രാൻസ്ഫറിൻ്റെ മെയിൽ വരികയും അങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തത്. ഇതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, 5 വർഷമായിട്ട് എനിക്ക് കയ്യിലൊരു അരിമ്പാറ ഉണ്ടായിരുന്നു. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിന് ശേഷം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതോടുകൂടി തന്നെ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. അതോടൊപ്പം അടുത്ത മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അമ്മ മാതാവിനെ കാണാൻ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാവാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ എനിക്കൊരിക്കലും കാണാൻ സാധിക്കണേ എന്ന്. അതുപോലെ തന്നെ 2023 ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:49 അച്ഛൻ ധ്യാനത്തിൽ കൂടെ പറയുകയാണ്, ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഈ വചനം പറയുന്ന സമയം തന്നെയാണ് നമ്മുടെ കാശുരൂപത്തിലുള്ള അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന അമ്മയെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നേരിട്ട് കാണുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ അടുത്ത് ഞങ്ങൾ കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് പോയിരുന്നു, ടൂറ് പോയിരുന്നു, കുടുംബമായി പോയിരുന്നു. പോകുന്ന സമയത്ത് ഉടമ്പടി തൈലവും ഉപ്പും തേനും ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഓരോ വട്ടവും ടൂർ കാണാൻ പോകുമ്പോൾ ഉടമ്പടി തൈലം തൂത്തിട്ടാണ് എല്ലാവരും പോകുന്നത്. ഞാൻ എല്ലാവർക്കും തന്നെ തൂത്ത് കൊടുക്കുമായിരുന്നു. ശരിക്കും അത് നമ്മുടെ ഒരു സംരക്ഷണ കവചം തന്നെയാണ്. ഞാൻ എൻ്റെ കാശുരൂപം നെഞ്ചിൽ തൂക്കി പുറത്തിട്ടിട്ടാണ് പഹൽഗാമിൽ നിന്നിരുന്നത്. അപ്പോൾ അവിടെയുള്ളവരെല്ലാം വളരെ രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു, ചേച്ചി അതെടുത്ത് അകത്തിട്. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല. നമ്മുടെ അമ്മ മാതാവല്ലേ, 4 പേര് കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിച്ചോളൂ. അതുപോലെ തന്നെ അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു. കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ്, ഏപ്രിൽ 22-ാം തീയതിയാണ് അവിടെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാവുന്നത്. അതിൽ നിന്നും അത്ഭുതകരമായിട്ട് അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചു. അതോടൊപ്പം കഴിഞ്ഞ കൊല്ലം ഈസ്റ്റർ ദിനത്തിൽ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അതിലും ഞങ്ങളെ അമ്മ മാതാവും ഈശോയും തിരുക്കുമാരനും രക്ഷിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, കൃപാസന പത്രം ഇവിടുന്ന് കിട്ടി. ഞാൻ കൊണ്ടുപോയി കൊടുത്തിരുന്നത് കോയമ്പത്തൂർ GH-ലായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നുകൊണ്ട് തന്നെ തമിഴിൽ വിശ്വാസ പ്രമാണം എനിക്ക് അറിയാത്തതുകൊണ്ട് ഒരു ചേച്ചിയെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് രോഗികൾക്ക് വിതരണം ചെയ്യുകയും അവർക്ക് വേണ്ടി കാശുരൂപവും നമ്മുടെ ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പൊതിച്ചോറ് സ്വന്തമായി തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കോയമ്പത്തൂർ GH-ൽ കൊടുത്തു. കൃപാസന പത്രം അതിനുശേഷം കാസർഗോഡും ഇടുക്കിയിലും വയനാടും ജില്ലകളിൽ എനിക്ക് ജോലി കിട്ടിയ സമയമെല്ലാം കൊടുക്കുവാൻ സാധിച്ചു. അതോടൊപ്പം 150 കാശുരൂപം ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിരുന്നു. കാരണം കോയമ്പത്തൂർ GH-ൽ ഒരുപാട് പേര് അത് ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ പോയി എനിക്ക് കുറച്ച് കൊടുക്കുവാൻ അവിടുന്ന് ജോലി തടസ്സം വന്ന് പിന്നെ നാട്ടിലേക്ക് വരികയും ചെയ്തു, എംപ്ലോയ്മെൻ്റ് ആയിട്ട് തന്നപ്പോൾ. അതിനാൽ പിന്നെ ബാക്കി കാസർഗോഡും ഇടുക്കിയിലും വയനാട്ടിലും എല്ലാം വീടാന്തരം കയറി കൊടുക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ, ഉടമ്പടി കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പ്രാർത്ഥനയിലേക്ക് വരുവാനും കുടുംബ പ്രാർത്ഥന മുടക്കാതെ വരാനായി. കുമ്പസാരം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കലും കൃത്യമായി തന്നെ കുമ്പസാരിക്കുന്നുണ്ട്. ഈ ഒരു വട്ടം അച്ഛൻ ട്രാൻസ്ഫറായി വന്ന സമയം എനിക്ക് പറ്റിയില്ല, 1 മാസമായിപ്പോയി. ആ സമയം കൃത്യമായിട്ട് തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ദർശനം തന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് കുമ്പസാരിക്കാൻ നിൽക്കുന്നതായിട്ടാണ് ഞാൻ രാവിലെ സ്വപ്നം കാണുന്നത്. അപ്പോൾ തന്നെ പോയി ഞാൻ കുമ്പസാരിക്കാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയുകയും കുമ്പസാരം തിരുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പറ്റുന്ന പോലെ രോഗികളെല്ലാവരെയും പോയി ശുശ്രൂഷിക്കുകയും അനാഥാലയങ്ങളിലെല്ലാം പോയി എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുകയും ഫുഡ് കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവചമാണ്, നിത്യതയിലേക്കുള്ളൊരു താക്കോലാണ്. നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ നിയോഗമൊന്നും അല്ല വെക്കേണ്ടത്, നമുക്ക് നിത്യത എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ അതാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. പിന്നെ ഈ സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും അത് അറിയട്ടെ. ഇതിനു മുന്നേ എൻ്റെ ഒരു ഡോക്ടേഴ്സ് ഗ്രൂപ്പിലൊരു ചെറിയ വഴക്കുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. എനിക്ക് പോസ്റ്റും കിട്ടി അറിയിച്ചില്ല പറഞ്ഞ്. അന്ന് ഞാൻ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ സാക്ഷ്യം പറയും, അമ്മ കാരണമാണ് ജോലി കിട്ടിയത്, അല്ലാതെ വേറെ ആരും കാരണമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ആദ്യമേ തന്നെ ഈ കൃപാസനം അൾത്താരയിൽ വീണ്ടും എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും ദൈവപിതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഉഷസ് ജോസ്. ഞാൻ വയനാട്ടിൽ ഫാത്തിമ മാതാ ചർച്ച് തെനേരിയിൽ നിന്നും വരുന്നു. ഞാൻ 15/5/2022 ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്.
ഈ പരിപാവനമായ അൾത്താരയിൽ ഇത് എൻ്റെ 4ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുവാനായിട്ടാണ്. എൻ്റെ 1ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇത് എൻ്റെ മകൾ അൽന മരിയ. ഇവൾക്കൊരു 4 വയസ്സ് മുതൽ വയറുവേദന സ്ഥിരമായി ഉണ്ടാകാറുണ്ടായിരുന്നു. ഇവളെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയാകുമ്പോഴത്തും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് അവർ മരുന്ന് കൊടുക്കും, മരുന്ന് കൊടുത്ത് പെയിൻ കില്ലർ അടക്കം കൊടുക്കും. പക്ഷേ അവളുടെ വയറുവേദന കുറയാറില്ല. രാവിലെ നേരം വെളുക്കുമ്പോഴത്തും കുറേ ഛർദ്ദിക്കും, അതിനുശേഷം കുറയും. വീണ്ടും ഇത് പതിവായി തുടങ്ങി. ഞങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കൊച്ചിനെ ഞങ്ങൾ വൈകുന്നേരമാകുമ്പോഴത്തും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ മറ്റോ ആണെന്ന് വിചാരിച്ച് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കലിൽ ഇത് ചിട്ട വരുത്തിയിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചു. പ്രത്യേക ഒരു കാരണം അവൾക്ക് ആ വയറുവേദനയ്ക്ക് കണ്ടെത്താനായില്ല. സ്കാനിങ് ചെയ്തു, അവൾക്ക് സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഇത് പതിവായി തുടർന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇത് ഒരു ഉടമ്പടി നിയോഗമായി വെച്ചത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ഞാനിവൾക്ക് നേർച്ച വസ്തുക്കളായ ഉപ്പ്, തൈലം, തേൻ ഇവ ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കൊടുത്തു. അതിനുശേഷം ഇവൾക്ക് ആ വയറുവേദന 1 വർഷത്തോളമായി അവൾക്ക് വയറുവേദന വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവർക്ക് സാക്ഷ്യം പറയാനായിട്ട് ഈ ഓണത്തിന് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. സാഹചര്യം കൊണ്ട് ഞങ്ങൾക്കത് പറ്റിയില്ല. കൃത്യം ഓണത്തിൻ്റെ സമയത്ത് ഇവർക്ക് ആ വയറുവേദന മാതാവ് ഓർമ്മപ്പെടുത്താൻ എന്നവണ്ണം അതുപോലെ തന്നെ വന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. 2ാമതായിട്ട് ഉള്ള സാക്ഷ്യം ഇവളുടെ തന്നെയാണ്. ഇവൾക്കൊരു 2 വയസ്സ് മുതൽ പല്ലിന് മോണയ്ക്ക് ഇവൾക്കിങ്ങനെ ഒരു പഴുപ്പ് പോലെ വന്ന് കുരു പോലെ വരുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും പൊട്ടിച്ച് കളയും, ഡോക്ടറെ കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. നേർച്ച വസ്തുവായ ഉപ്പ് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി 1 പ്രാവശ്യം ഞാൻ ഇവൾക്ക് കൊടുത്തു. അതിനുശേഷം അവൾക്ക് ഇന്നേ വരെ ആ മോണയ്ക്കുള്ള ആ പഴുപ്പ് വന്നിട്ടില്ല. 3ാമതായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഇതെൻ്റെ ഭർത്താവ് സുനീഷ് തോമസ്. കഴിഞ്ഞ ഒരു 7 മാസം മുമ്പ് ഒരു രാത്രിയിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്തോ യൂറിനിൽ കൂടെ ഒരു ബ്ലഡ് കാണുവാനിടയായി. എന്നോട് പറഞ്ഞു യൂറിനിൽ കൂടെ ബ്ലഡ് കാണുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ കടന്നു. രാവിലെ ആയപ്പം നോക്കുമ്പം യൂറിനിൽ കൂടെ ബ്ലഡ് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ കൊന്തയെല്ലാം തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയാകാൻ തുടങ്ങി. എന്താണ് ഇതിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. വേറെ അസുഖങ്ങളൊന്നുമില്ല. ഞങ്ങൾ നേരം വെളുത്ത് കോഴിക്കോട് മിംസിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണം, ചിലപ്പോൾ കിഡ്നിയിൽ കല്ല് എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ ഇത് എന്താണെന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അതിനോടടുത്ത് കുറേ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു. ഭർത്താവിനാണെങ്കിൽ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നേക്കാം സാക്ഷ്യം പറയാനായിട്ട്. ഭർത്താവിന് യാതൊരു കുഴപ്പവും ഉണ്ടെന്ന് ഞങ്ങളോട് പറയാനിടയാകരുത്. ഞാൻ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി വയറിൽ പുരട്ടി വിട്ടു. വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല, കിഡ്നിയിൽ കല്ലില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അന്ന് രാത്രിയിലൊന്ന് പനിച്ചിരുന്നു, അത് മാത്രമാണ് പ്രത്യേക ഒരു കാരണമായി കണ്ടത്. അത് ഡോക്ടർ പറഞ്ഞത് ഇൻഫെക്ഷൻ, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് യൂറിനിൽ കൂടെ ബ്ലഡ് പോയതെന്നാണ്. അമ്മ മാതാവ് തന്ന ഈ സൗഖ്യത്തിനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബൈക്കിൻ്റെ RC ബുക്ക് ഞങ്ങൾക്ക് കാണാതെ ആയി. ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലാണ് RC ബുക്ക് വെച്ചിരുന്നത്.
ഞങ്ങൾ കൃത്യമായി ചെന്നു RC ബുക്ക് തപ്പി. വെച്ച സ്ഥലങ്ങളിലൊന്നും RC ബുക്കില്ല. വെച്ച സ്ഥലം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ അല്ലായിരിക്കും, വീട്ടിലേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നറിയാം, എങ്കിലും ഞങ്ങൾ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചു. തിരിച്ചു വന്നു. വീട്ടിൽ വന്നു നോക്കി, അവിടെയും ഇല്ല സാധനം. എനിക്ക് നല്ല ഉറപ്പായിരുന്നു സാധനം അവിടെ ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ അവിടെയാണ് വെച്ചതെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയിട്ടും കണ്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, RC ബുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന്. വീണ്ടും അതേ സ്ഥാനത്ത് പോയി നോക്കി, അവിടെ തന്നെ RC ബുക്ക് ഉണ്ടായിരുന്നു. RC ബുക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. മാതാവിനോട് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ അത് കിട്ടുവാനിടയായി. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതെൻ്റെ മകൻ അലോൺ ജോസഫ്. കുറേ നാളുകൾക്ക് മുമ്പ്, 1 വർഷത്തോളമായി ഇവൻ്റെ ചെവിയുടെ പുറകിൽ ഒരു തടുപ്പ് കാണുവാനിടയായി. എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ തടുപ്പൊക്കെ എന്ന് പറയുന്നത് വളരെ പേടിയുള്ള കാര്യമാണ്. നോക്കി കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് മുതൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു. അവന് ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി ഡോക്ടറെ കാണിക്കുവാൻ പോയി. ഡോക്ടർ ചെന്നപ്പോൾ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ കൊണ്ടുവന്നേക്കാം, മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നേക്കാം, കൊച്ചിന് വേറെ അസുഖങ്ങളാണെന്നൊന്നും കേൾക്കാനിടയാകരുത്, ഇത് വേറെ ഒരു കുഴപ്പവും ഉണ്ടാകാതെ കാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് നേർന്നു. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് അത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അത് കഴുത്തിൻ്റെ അവിടെയും ചെവിയുടെ അവിടെയൊക്കെ ഗ്ലാൻഡുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ടാണ് പറയുന്നത്. അത് നമ്മൾ തൊട്ടു നോക്കുമ്പോൾ അതൊരു തടുപ്പ് പോലെ വരും. അത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, പേടിക്കേണ്ടതായ ഒരു കാര്യവുമില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ സൗഖ്യത്തിനും, ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലും പിന്നെ പള്ളികളിലുമൊക്കെ കൊടുക്കും. കൂടാതെ തന്നെ ഞാൻ യൂട്യൂബിൽ ആരാധന കൂടുകയും ഡെയിലി ബ്രെഡ് കൂടുകയും ഒക്കെ സാക്ഷ്യങ്ങളൊക്കെ കൂടുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. പിന്നെ പരമാവധി ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് എൻ്റെ സാക്ഷ്യവും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുക, അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, പിന്നെ അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളെക്കൊണ്ടാകുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുക. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തൈലമൊക്കെ ആയിട്ടാണ് പോകുന്നത്. സമ്മതിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങൾ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്തിട്ടാണ് പോകുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.